HIV അണുബാധിതരോടുള്ള സഹാനുഭൂതി വർദ്ധിക്കുകയും ബഹിഷ്കരണം വലിയൊരു പരിധിവരെ അവസാനിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞത് നേട്ടമാണെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അഭിപ്രായപ്പെട്ടു. അണുബാധിതർക്ക് തുല്യത ഉറപ്പുവരുത്താൻ ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ടെങ്കിലും അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രംഗത്തെ ശക്തമായ ബോധവൽക്കരണവും ചികിത്സയിലുണ്ടായ വമ്പിച്ച മുന്നേറ്റവുമാണ് ഇതിന്റെ പ്രധാന കാരണം. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല പൊതുസമ്മേളനം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലാ ബ്ലഡ് ഫോറത്തിന്റെയും കാഞ്ഞിരപ്പള്ളി ലയൺസ് ക്ലബിന്റെയും SD കോളേജ് NSS യൂണിറ്റിന്റെയും HDFC ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ദിനാചരണവും ക്യാമ്പും നടത്തിയത്. HIV അണുബാധിതർക്ക് പ്രമേഹം പോലെ തന്നെ ചികിത്സിക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും കൃത്യമായ മരുന്ന് കഴിക്കുന്നതിലൂടെ രോഗപ്പകർച്ച പൂർണ്ണമായും തടയാനും ആധുനിക ചികിത്സാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. അണുബാധ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സ ആരംഭിക്കാൻ കഴിഞ്ഞാൽ തികച്ചും ആരോഗ്യകരമായ ജീവിതം സാധ്യമാണ്. കേരളത്തിൽ അണുബാധന തോത് 0.07 കുറയ്ക്കാൻ കൃത്യമായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നു വരുന്നതെന്നും DMO പറഞ്ഞു. കോളേജ് ഓഡിറ്റോറിയത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരം ട്രിനിറ്റി എലീസ പ്രകാശ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ എയ്ഡ്സ് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് എയ്ഡ്സ് ദിന സന്ദേശം നൽകി. കോളേജ് ബർസാർ റവറന്റ് ഡോക്ടർ മനോജ് പാലക്കുടി, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാലിമ ജെയിംസ്, പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം, വിഹാൻ CSC കോർഡിനേറ്റർ ജിജി തോമസ്, ലയൺസ് ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ സിബി പ്ലാത്തോട്ടം, NSS പ്രോഗ്രാം ഓഫീസർ ജിനു എലിസബത്ത് സെബാസ്റ്റ്യൻ, ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഷാജിമോൻ ജോസ്, RK ബിജു, HDFC ബാങ്ക് മാനേജർ പ്രദീപ് നാഥ് എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് ശേഷം നടന്ന ജില്ലാതല സെമിനാർ കോട്ടയം മെഡിക്കൽ കോളേജ് ART മെഡിക്കൽ ഓഫീസർ ഡോക്ടർ JS അഖില നയിച്ചു. രക്തദാന ക്യാമ്പിൽ 50ഓളം പേർ രക്തം ദാനം ചെയ്തു. ലയൺസ് SH മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത്. സിസ്റ്റർ അനലിറ്റ് SH, NSS ലീഡേഴ്സ്മാരായ ആൽബിൻ തോമസ്, അതുൽ കൃഷ്ണൻ, ദിയ തെരേസ് ജോഷി, ഭാഗ്യലക്ഷ്മി രാജ്, ലയൺസ് ലീഡർമാരായ മാത്യൂസ്, രാജേഷ് ആണ്ടൂർമഠം, രാജു തോമസ്, ഡോക്ടർ ജോജോ ജോർജ്, പ്രൊഫസർ JC കാപ്പൻ എന്നിവർ ക്യാമ്പിനും പരിപാടികൾക്ക് നേതൃത്വം നൽകി. മനുഷ്യരാശിയെ ബാധിച്ച ഏറ്റവും മാരകമായ രോഗങ്ങളിൽ ഒന്നായ HIV സംബന്ധിച്ച് വലിയ അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിനും ദൗർഭാഗ്യവശാൽ HIV ബാധിക്കാനിടയായ ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് കഴിയുന്ന വലിയ പരിശ്രമങ്ങൾ സമൂഹം ഒന്നാകെ നിന്നുകൊണ്ട് നടത്തുന്നതിനുമൊക്കെയാണ് ലോക എയ്ഡ്സ് ദിനാചരണം നമ്മൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ആരോഗ്യവകുപ്പും മറ്റിതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് ഇവിടെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജില്ലാതല സമ്മേളനം നടത്തുകയാണ്. ഒരുപാട് തലമുറകൾ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയി. മനുഷ്യവംശം ആവിർഭാവം ചെയ്തിട്ട് 4 ലക്ഷത്തോളം വർഷങ്ങളായി എന്നാണ് നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ എത്രയോ 10,000കണക്കിന് തലമുറകൾ ജനിച്ചു മരിച്ചു. അപ്പൊ ആ കാലയളവിൽ ഒന്നും ഉണ്ടാവാത്തത്ര അതിഭീകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ശാസ്ത്ര പുരോഗതി അതിന്റെ എല്ലാ ഔന്നത്യങ്ങളോടും കൂടി പ്രതാപത്തോടും കൂടി ഉച്ചാസ്തിയിൽ നിൽക്കുമ്പോഴും നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടെങ്കിലേ ആരോഗ്യകരമായ ജീവിതം നയിക്കാനും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആയുസ് പൂർണ്ണമായും ജീവിച്ചെത്തിക്കുവാനും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന നമ്മൾ ചുമതലപ്പെട്ട ചുമതലകൾ, കർത്തവ്യങ്ങൾ എല്ലാം നമുക്ക് കൃത്യമായി നിറവേറ്റാൻ കഴിയൂ. അപ്പൊ ഫലത്തിൽ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ, ജീവിത വിജയം നേടണമെങ്കിൽ, മറ്റുള്ളവർക്ക് സഹായകരമായി, നമ്മുടെ കുടുംബത്തിനും നാടിനും ഗുണകരമായി മെച്ചപ്പെട്ട ചുമതലാ നിർവഹണത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയണം. അതിനുപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക്, ശൈലിയിലേക്ക്, ദിശയിലേക്ക്, സമീപനത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അങ്ങനെ മാറിത്തീരുന്നതിന് ഈ എയ്ഡ്സ് ദിനാചരണവും രക്തദാനവും ഇവിടെ നടക്കുന്ന സെമിനാറുകളിലൂടെ ലഭിക്കുന്ന അറിവുകളും
ഒക്കെ ഉപകരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ ആരോഗ്യ വകുപ്പിൻ്റെയും മറ്റ് ഞാനിവിടെ പരാമർശിച്ച എല്ലാ അനുബന്ധ സംവിധാനങ്ങളുടെയും ആഭിമുഖ്യത്തിലും സഹകരണത്തിലും നടപ്പിലാക്കിയിരിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നടത്തുന്ന ഈ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചും HIV എന്ന് പറയുന്ന അണുബാധയെക്കുറിച്ചും വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ ഇതിന്റെ ഒരു പേടി അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു വൈമുഖ്യം അതെല്ലാം ഒരു കാലത്ത് വളരെ അധികമായിരുന്നു, വളരെ ഭീകരമായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി ആ HIV അണുബാധയെയും അതോടൊപ്പം ഈ പറയുന്ന എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തെയും എന്താണെന്ന് മനസ്സിലാക്കുകയും അവരുടെ അവകാശങ്ങളെയും അതുപോലെ അവരെ ചേർത്ത് നിർത്താനും എല്ലാം നമുക്ക് ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് മനുഷ്യരുടെയും ഒരുപാട് സംഘടനകളുടെയും ഒരുപാട് ആളുകളുടെയും ഒരു പ്രയത്നത്തിന് ഫലമായിട്ടാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു ദിന ആചരണം കൂടി സംഘടിപ്പിക്കുന്നത്. എയ്ഡ്സ് എങ്ങനെയാണ് വരുന്നതെന്നും HIV അണുബാധ എങ്ങനെ ഉണ്ടാകുന്നതെന്നെല്ലാം നിങ്ങൾക്ക് ചെറിയൊരു ക്ലാസ് ഇന്നിവിടെ നമ്മുടെ ARTയിലെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ അഖില പറഞ്ഞു തരിക്കുന്നതായി. അപ്പൊ ഈ രോഗം ഉണ്ടാകുന്നത് പല വിധത്തിലൂടെയുണ്ട്. സുരക്ഷിതമല്ലാത്ത ലൈംഗികതയിലൂടെയും അതുപോലെ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കുന്നതിലൂടെയും അമ്മയിൽ നിന്ന് കുഞ്ഞിലൂടെയും അങ്ങനെ ഒരുപാട് രീതിയിൽ ഇത് പകരുന്ന അസുഖമാണെങ്കിൽ പോലും ഇന്ന് ലോകത്ത് എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് മാറിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എയ്ഡ്സ് എന്ന മാരക രോഗം. നമുക്ക് ആർക്ക് പിടിപെട്ടാലും അതൊരിക്കലും ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗമാണ്. തീർച്ചയായിട്ടും നമ്മൾ ആരും അതിൽ പിടിപെടാതിരിക്കുവാൻ ശ്രമിക്കുക. അതിന്റെ കാരണം സഹിതം നമുക്ക് വിശദീകരിച്ച് ക്ലാസ് എടുക്കാൻ ബഹുമാനീയനായ ഡോക്ടർ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വിധി നേടുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കലകളുണ്ട്. കലാപരമായും കായികപരമായും വിവിധ കഴിവുകൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. തീർച്ചയായിട്ടും അതെന്താണെന്ന് നാം തിരിച്ചറിയുക. നമ്മുടെ പേരൻസും അധ്യാപകരും തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ കഴിവുകൾ അതിൽ കൂടെ തന്നെ തെളിയിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒത്തിരി അവയർനെസ് ക്ലാസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഒരു അപകടം വന്നാൽ അവർക്ക് ബ്ലഡ് ആണ് ആദ്യം നമുക്ക് ദാനം ചെയ്യേണ്ടത്. ബ്ലഡിന്റെ കുറവ് വന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അസുഖമില്ലാതിരിക്കും. നമ്മുടെ ജീവിതത്തിൽ 30 വയസ്സായി കഴിയുമ്പോൾ പ്രഷർ, ഷുഗർ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണ രീതികൾക്ക് ഒന്നും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് വരിക. ആ കാലയളവിലാകാൻ തന്നെ നമുക്ക് ഒത്തിരി പ്രാവശ്യം ബ്ലഡ് ധ്യാനം ചെയ്യാനായിട്ട് സഹായിക്കും. ആരോഗ്യ രംഗത്തെ വിദഗ്ധർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊക്കെ പറയുന്നതിനും ഏറ്റവും അതിലും ഉപരിയായിട്ട് സാറ് ആരോഗ്യ രംഗത്ത് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ ഇഷ്യൂസും NCD, CD എല്ലാ ഇഷ്യൂസിനെ പറ്റി വളരെ വിശദമായിട്ട് വളരെ ചുരുക്കത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം തന്നെ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. ഇപ്പൊ കൂടുതലായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കൊന്നും പറയാനില്ല. എന്താണെങ്കിലും എയ്ഡ്സ് എന്ന് പറഞ്ഞ ഒരു മാരക രോഗത്തെ നമ്മൾ വളരെ ഭീതിയോടെ കണ്ടിരുന്നതും എയ്ഡ്സ് രോഗികളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ പ്രത്യേകിച്ച് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഉൾപ്പെടെ ഉള്ള സംഘടനകളുടെ പ്രവർത്തനം മൂലം നമുക്കത് വളരെ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനൊന്നും അറിയില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് ആകെ അറിയാവുന്നത് പണ്ട് പഠിച്ച് എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അങ്ങനെയാണ് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് കാര്യമൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഈ എയ്ഡ്സിന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തൊരു കാര്യമുണ്ട്. നമ്മൾ ബാക്കിയുള്ള രോഗങ്ങളെ സംസാരിക്കുമ്പോഴല്ല എയ്ഡ്സിനെ സംസാരിക്കുന്നത്. സൗണ്ട് കുറച്ച് നമ്മൾ എയ്ഡ്സ് ഉള്ള ആൾക്കാരെ ഒരു വേറെ രീതിയിലാണ് കാണുന്നത്. പക്ഷെ അത് മാറേണ്ട, ബാക്കി എല്ലാ കാര്യങ്ങളും മാറില്ലേ. അപ്പം അത് മാറേണ്ട സമയം കഴിഞ്ഞു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ കേട്ടത് വെച്ചിട്ട് ഈ എയ്ഡ്സ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പം അവര് ഫിസിക്കലി ഹെൽത്ത് വൈസ് ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവരെ ഈ സൊസൈറ്റിയിൽ മാറ്റി നിർത്താതെ നമ്മുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് ജീവിക്കാനുള്ള ഒരു നല്ലൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ മഹനീയ വേദിക്ക് പാർത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എല്ലാവർക്കും വിനീത നമസ്കാരം. നമുക്കറിയാം, നമ്മളെപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹജീവികളോട് നമ്മൾക്കുള്ള കടപ്പാട് നമുക്ക് ശേഷിയുള്ള കാലത്ത് മാത്രം ചെയ്യാൻ സാധിക്കും.
നമ്മുടെ പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ ശേഷിയുള്ള കാലത്തെ പറ്റുള്ളൂ. ആ ശേഷിയുള്ള കാലത്തെ നമ്മുടെ സഹജീവികളോട് ഏറ്റവും സ്നേഹവും അവരോട് സഹായകരമായ അനുഭൂതിയുള്ള അനുഭാവമുള്ള ഒരു പ്രവർത്തനം നടത്തുവാൻ നമുക്ക് ഏവർക്കും ആകും. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ശേഷിയില്ലാത്തൊരു കാലം വരുമ്പോൾ നാം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഓർമ്മിച്ച് ദുഃഖിച്ചിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല. ശേഷിയുള്ള ഓരോ നിമിഷവും ഓരോ ദിനവും നമ്മുടെ പ്രിയപ്പെട്ടതാണ്. ആ സമയം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ നമ്മളെ കൊണ്ട് ഏവർക്കും ആകണം. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും അത് നിയന്ത്രിതമായി ആഘോഷിക്കപ്പെടുമ്പോഴും അല്ലെ സ്വാതന്ത്ര്യമാണെങ്കിലും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ളതല്ലല്ലോ, നമുക്കുള്ള പോലെയുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് മാത്രം സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കണമെന്ന് സ്വാതന്ത്ര്യത്തോടൊപ്പം വിവേകം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ വിവേകത്തോടു കൂടി നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും സന്തോഷം അനുഭവിക്കുകയും ജീവിതം ആഘോഷിക്കുകയും എല്ലാ കാര്യങ്ങളും അതുപോലെ ജാഗ്രതയോടെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സന്തോഷകരമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ എല്ലാവർക്കും അറിയാം എയ്ഡ്സിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളതിന് നിങ്ങളെപ്പോലുള്ളവർക്ക് ബോധവൽക്കരണം നൽകുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഈ വയസ്സേറെ ഞങ്ങളൊന്നും ഇതൊന്നും കേട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുക. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാവുന്നതാണെന്നും നമുക്കറിയാം. പിന്നെ ഈ ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ പേരിൽ ഇത് സംഘടിപ്പിച്ച കോളേജിനും ആരോഗ്യ പ്രവർത്തകർക്കും ലയൺസ് ക്ലബിനും തിരിച്ചടിച്ച പിന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. മെഗാ രക്തദാന ക്യാമ്പ് ഈ കോളേജിൽ നടക്കുന്നു എന്നതിലാണ് സന്തോഷിക്കുന്നത്. കഴിഞ്ഞ വർഷവും നമ്മളൊരു ജില്ലാതല പ്രോഗ്രാം ഈ കോളേജിൽ വെച്ച് നടത്തുകയുണ്ടായി. അപ്പം വീണ്ടും ഈ കോളേജിലേക്ക് ഞങ്ങൾ ജില്ലാതല പരിപാടി കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടുത്തെ പ്രിൻസിപ്പലിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ NSSൻ്റെ പ്രോഗ്രാം ഓഫീസർമാർ രണ്ടുപേരുടെയും കൂടാതെ അധ്യാപകരുടെയും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും ആ ഒരു സഹകരണവും കണ്ടുകൊണ്ട് മാത്രമാണ്. കാരണം ഏറെ എന്ത് പ്രോഗ്രാമാണേലും അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അത് നമുക്ക് നല്ലവിധം വിജയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ സംഘാടകരെയൊക്കെ കൂടുതലായിട്ടുള്ള എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തു തന്നുകൊണ്ട് ഈ കോളേജ് ആരോഗ്യവകുപ്പിനോടും അതുപോലെ തന്നെ ബ്ലഡ് ഫോറത്തിനോടും ലയൺസ് ക്ലബിനോടും ഒക്കെ നല്ലവണ്ണം സഹകരിക്കുന്നു. അതിനാദ്യമേ തന്നെ നിങ്ങൾക്കുള്ള അഭിനന്ദനവും അതിലുപരി നന്ദിയും അറിയിക്കട്ടെ. മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അവർക്കുണ്ടാകുന്ന അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കുമെന്നാണ് നമ്മുടെ ഈ വർഷത്തെ ലോകോത്സവ സന്ദേശം തന്നെ. അപ്പം അവർക്കുള്ള അവകാശങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലുള്ള സ്വത്തിന്റെ തർക്കങ്ങൾ, അതുപോലെ അവർക്കുള്ള പോഷകാഹാര കുറവുകൾ, സമൂഹത്തിൽ നിന്നുള്ള തിക്ക അനുഭവങ്ങൾ, അപ്പം ഇതിനെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഇതോടുകൂടി ഹെൽപ്പോടുകൂടി പ്രവർത്തിക്കുന്ന കേരള സപ്പോർട്ട് പ്രോഗ്രാം, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 1723 പേരാണ് കേരള സപ്പോർട്ട് പ്രോഗ്രാമിൽ രജിസ്ട്രേഷൻ ഉള്ളത്. അത് നമ്മുടെ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം അങ്ങനെയുള്ള ഭാഗത്തു നിന്നെല്ലാം വരുന്ന അംഗങ്ങളാണ് നമുക്ക് ഉള്ളത്. അതുപോലെ നേരത്തെ തന്നെ മാഡം സൂചിപ്പിച്ചു, യുവജനങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ. അതേ സത്യം തന്നെയാണ്. യുവജനങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഇതിലേക്ക് വന്ന് രജിസ്റ്റർ ചെയ്യുകയും ഓഫീസിൽ വരികയും അവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള എങ്ങനെയാണ് അവർക്ക് പകരാൻ സാധ്യതയുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പകരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ സംസാരിക്കാറുണ്ട്. കൂടുതൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി ലഹരി വിരുദ്ധ ക്ലാസുകൾ, യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ഫോണിന്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസുകൾ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികളുടെ കണ്ണ് പരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സയും കണ്ണടകളും സൗജന്യമായി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലയൺസ് ഡിസ്ട്രിക്ട് 318B തീർച്ചയായും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജുമായി ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ NSS യൂണിറ്റുമായി ചേർന്ന് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതാണ്ട് ഈ ജില്ലയിലെ ഏതാണ്ട് 30-35ഓളം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടന്നതിൽ ഏറ്റവും ഭംഗിയായ ഒരു മീറ്റിങ്ങും ഏറ്റവും നല്ല ഒരു ക്യാമ്പും നടന്ന ഒരു കോളേജാണ് സെന്റ് ഡൊമിനിക് കോളേജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ അതിന് അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് സ്പോൺസർ ചെയ്ത കാഞ്ഞിരപ്പള്ളി ലയൺസ് ക്ലബിനോട് ഡിസ്ട്രിക്ട് 318Bയുടെ പേരിലുള്ള സന്തോഷം അറിയിക്കുകയാണ്.
തീർച്ചയായും നമുക്ക് ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യാം. ഈ കോവിഡ് വന്ന പിന്നെ എയ്ഡ്സിന്റെ പ്രാധാന്യം കുറഞ്ഞു പോയോ എന്നൊരു ചിന്ത വന്നായിരുന്നു. എന്തായാലും എയ്ഡ്സ് നമുക്ക് മനസ്സിൽ ഓർക്കേണ്ടത് മറ്റു രോഗങ്ങൾ എന്ത് വന്നാലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. എന്നാൽ എയ്ഡ്സ് വന്നാൽ പുനരധിവാസമല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അത് നമ്മുടെ മനസ്സിൽ ഇരുന്നുകൊണ്ട് ചെറുപ്പക്കാരുടെ മനസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനം ജീവിത ശൈലികൾ തുടർന്ന് പോകണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ലയൺസ് ക്ലബിനെ പറ്റി പറഞ്ഞാൽ ലയൺസ് ക്ലബ് തിരുവനന്തപുരം എല്ലാ പരിപാടികളും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നു. വർഷങ്ങളായിട്ട് കാഞ്ഞിരപ്പള്ളി കോളേജിലെ NSC യൂണിറ്റുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് സൗജന്യ നേതൃത്വ ചികിത്സ ക്യാമ്പ് നമ്മൾ എല്ലാ വർഷവും നടത്തുന്നത്. ഈ വർഷവും ജനുവരി മാസം അത് നടക്കാനുള്ള പ്രയത്ന നടപടികൾ ആവിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ കോളേജിലെ ബ്ലഡ് ഡൊണേഷൻ കുട്ടികൾ ബ്ലഡ് ഡൊണേഷനിലേക്ക് ഇറങ്ങി ധൈര്യപൂർവ്വം വരികയും അതുപോലെ തന്നെ അവർ ഇതിനെ സഹകരിക്കുകയും ചെയ്തതിന് അവരോട് പ്രത്യേകം നന്ദി. ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും തീർച്ചയായും HIV-ക്കെതിരായ ഒരു വാക്സിൻ എടുത്തതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ കഴിയുമ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് കോവിഡിനെതിരെയോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയൊക്കെ വാക്സിൻ എടുക്കുന്നത് പോലെ നമുക്ക് HIV-ക്ക് വാക്സിൻ ഇല്ല. ആകെയുള്ളൊരു വാക്സിൻ അവയർനെസ്സാണ്. അപ്പോൾ അവയർനെസ് നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചടങ്ങുകളും ഇതുപോലത്തെ ക്ലാസ്സുകളും നമ്മുടെ ജില്ലയിലെ വളരെ ബഹുമാനരായ വ്യക്തികൾ വന്നിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഈ മെസ്സേജസ് വളരെ പ്രാധാന്യമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്കിലും ബ്ലഡ് സ്ക്രീനിങ് പ്രോപ്പറായി നടക്കുന്നതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ആർക്കും തന്നെ നമുക്കിപ്പോൾ HIV പകരുന്നില്ല. അതിന് നമ്മുടെ ഗവൺമെൻറ്റും സാക്സും എല്ലാം ഭയങ്കര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്കിലും സ്ക്രീനിങ് ഇന്നിപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കൂടെ നടന്നു. അപ്പം നിങ്ങളുടെ എല്ലാ ബ്ലഡും സ്ക്രീൻ ചെയ്യപ്പെടും. സ്ക്രീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുവഴി HIV ബാധിതനാവാനുള്ള ചാൻസ് കുറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലയളവിൽ. ദെൻ പെരിനേറ്റൽ എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള സാധ്യതയാണ് അടുത്ത് ഏറ്റവും കൂടുതലായി നിൽക്കുന്നത്. 20 മുതൽ 40% വരെ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനും ഉള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം അതുവഴിയുള്ള കുഞ്ഞിലേക്കുള്ള ട്രാൻസ്മിഷൻ നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ്. അത് സെക്ഷൽ ഇന്റർകോഴ്സ് ആൻഡ് ഇൻജെക്ഷൻ ഡ്രഗ് യൂസ് ആണ് നമുക്ക് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതലായി ഇപ്പം കാണുന്ന മെയിൻ ട്രാൻസ്മിഷൻ റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ മുഖ്യാതിഥികൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഇപ്പം HIV ട്രാൻസ്മിഷൻ കൂടുന്നു. അതിനുള്ള മെയിൻ കാരണങ്ങൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സും ഇൻജെക്ഷൻ ഡ്രഗ് യൂസും തന്നെയാണ്. അപ്പൊ സെക്ഷൽ ഇന്റർകോഴ്സിൽ എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് ഒരു പെനിട്രേറ്റീവ് സെക്സ് അല്ലെങ്കിൽ വജൈനൽ സെക്സ് വഴി മാത്രമേ ഈ ഡിസീസ് പകരത്തുള്ളൂ എന്ന്. അങ്ങനെയല്ല. അത് നമ്മുടെ ഈ ചാർട്ട് അത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. വജൈനൽ മാത്രമല്ല ഏനൽ ആൻഡ് ഓറൽ സെക്സ് രണ്ടിലും ചാൻസ് ഉണ്ട് HIV ട്രാൻസ്മിഷൻ പകരാനായിട്ട്. ഇന്നത്തെ കാലങ്ങളിൽ എക്സ്പെരിമെന്റേഷൻ കൂടുമ്പോൾ മെയിനായിട്ട് വരുന്നൊരു സാധനമാണ് ഇൻജെക്ഷൻ ഡ്രഗ് യൂസ്, നീഡിൽ ഷെയറിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയില്ല നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് എന്ത് തരം അസുഖങ്ങളുണ്ട്, അവരേത് രീതിയിലാണ്, അവരുടെ ബിഹേവിയർ എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊന്നും ആ സമയത്ത് ചിന്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീഡിലും സിറിഞ്ചും ഒക്കെ ഷെയർ ചെയ്യും. അവരുടെ ബ്ലഡ് അല്ലെങ്കിൽ അവരുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് വഴി നമുക്ക് HIV മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ് B, C പോലുള്ള അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് 0.67%. അത് അത്രയും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാര്യം വരുന്നൊരു സ്ലൈഡ് ഉണ്ട്, ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അതിനകത്ത് ഇൻജെക്ഷൻ ഡ്രഗ് യൂസേഴ്സ് കാരണം HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചാൻസാണ് ഇപ്പം ഭയങ്കരമായി കൂടിയിരിക്കുന്നത്.